നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിലാക്കട്ടെ. ആന്റിയുടെ മനസ്സില് എനിക്കിപ്പോഴും ആന്റിയോട് ദേഷ്യം ഉണ്ടെന്നാ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കില്ല സൂര്യ. വിട്ടേക്ക് ഭാവന. അതിരിക്കട്ടെ, താൻ എന്ത് ചെയ്തിട്ടാ വല്യച്ഛന്റെ വീട് തിരിച്ചു വാങ്ങിക്കൊടുത്തത്? അല്ല, ഞാനും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അറിയാനൊന്നുമില്ല സൂര്യ. ആ വസ്തുവിന്റെ വീടിന്റെ ആധാരം മുത്തശ്ശിയുടെ പേരില. അതുകൊണ്ട് വല്യച്ഛൻ രക്ഷപ്പെട്ടു. ഇനി എന്തായാലും വല്യച്ഛനും വല്യമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. ഇനിയിപ്പോ പുതിയ നമ്പറുകളുമായിട്ട് തന്റെ വല്യമ്മ ഇറങ്ങില്ലെന്ന് ആര് കണ്ടു? അവര് ചെയ്യും പോലെ നമ്മൾ ചെയ്യാൻ നിന്നാ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം സൂര്യ? അനുഭവിച്ചിട്ടും പഠിച്ചില്ലെങ്കിൽ ഇനി അവരെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം. താൻ ഇങ്ങോട്ടിരുന്നേ. എന്താ? ഇരിക്കടോ, ഇരിക്കേ. ഇവിടെ നിന്ന് സൂര്യപ്രഭയിലേക്ക്, അവിടെ നിന്ന് തന്റെ വീട്ടിലേക്കാണല്ലോ തന്റെ ഓട്ടം. അത് പിന്നെ ഓടിയല്ലേ പറ്റൂ. അതിനിടയില് ഈ പാവപ്പെട്ടവന്റെ കാര്യം മറന്നു പോയല്ലേ? എന്തു പറഞ്ഞാലും ഈ ചിരിയിൽ ഒതുക്കുന്ന ഏർപ്പാട് ഇനി നടക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഇടയ്ക്കൊക്കെ എന്റെ കാര്യം കൂടി ഒന്ന് നോക്കണം. എന്നാലേ ഈ ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാകൂ. ആണോ? സൂര്യയുടെ കാര്യങ്ങള് ഞാനല്ലാതെ പിന്നെ ആരാ നോക്കുന്നേ? വെറുതെ കള്ളം പറയരുത് കേട്ടോ. അത് ശരി, ഇപ്പൊ ഞാൻ കള്ളനായല്ലേ? എങ്കിലതൊന്ന് അറിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം. മനസ്സാകെ അഴകാനനയേ മധു